അപ്പൊ കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് യൂത്ത് കോൺഗ്രസ് പിള്ളേരെ പോലീസ് മയക്കുമരുന്ന് MDMA ആയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ അത് കുറെ ചാനലുകളിലൊന്നും ചർച്ച ആയിരുന്നില്ല. അതിന് കാരണം അറിയാലോ, യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാരായതുകൊണ്ട്. CPM ആൾക്കാരാണെങ്കിൽ മാത്രമേ ചില ചാനലുകളിൽ ചർച്ച ചെയ്യുള്ളൂ. അപ്പൊ ആയ തന്നെ ഈ വാർത്തകളൊന്നും കണ്ടുപോക്കിയേ. ലഹരി കേസ് വന്നതിന് ശേഷം ഇന്നലെയാണ് മുഹമ്മദ് ഹുസൈനെ ജില്ലാ നേതൃത്വം പുറത്താക്കിയത്. പ്രതിക്ക് യൂത്ത് കോൺഗ്രസുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ സംസ്ഥാന അധ്യക്ഷൻ OJ ജനേഷ് ഇന്ന് നിലപാട് തിരുത്തി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നോ രണ്ടോ തവണയല്ല, പ്രതിപക്ഷ നേതാവായിരിക്കും, മുഖ്യമന്ത്രിയായിരിക്കും, VD സതീശിനൊപ്പം നിരവധി ഫോട്ടോകൾ, നിരവധി റീലുകൾ ഇയാൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതും VD സതീശിന്റെ വീട്ടിൽ ഇയാൾ പലതവണ സന്ദർശിച്ചിട്ടുണ്ട്. VD സതീശൻ സാധാരണ വീട്ടിലിരിക്കുമ്പോൾ, അത്തരത്തിൽ സാധാരണ വേഷത്തിൽ ഇരിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം പോയി നിരവധി ഫോട്ടോ എടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ 2024 ഹുസൈന്റെയും അതോടൊപ്പം തന്നെ സലാമിന്റെയും വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കേവലം ഒരു പ്രവർത്തകൻ മാത്രമാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചത് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഇവരുടെ സമൂഹ മാധ്യമ പേജിൽ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ടീം VD സതീശൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല, പുതുയുഗ യാത്രയിലടക്കം കേരളത്തിലുടനീളം VD സതീശനൊപ്പം ഇവർ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മയക്കുമരുന്നായിട്ടും അല്ലെങ്കിൽ പറഞ്ഞാൽ കള്ളക്കടത്തും സ്വർണ്ണയ്ക്കായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടികളിലുള്ള യുവജന പ്രസ്ഥാനങ്ങളിലുള്ള പിള്ളേരുകൾ അറസ്റ്റിലാവുന്നത് ആദ്യമായിട്ടല്ല. അപ്പൊ അത് വലിയൊരു സംഭവമല്ല ശരിക്കും അങ്ങനെ അറസ്റ്റിലാവുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു വിഷയം ചർച്ച ആവേണ്ട ഒരു അനിവാര്യത നമ്മുടെ കേരള സമൂഹത്തിനുണ്ട്. അതിനെന്താണെന്ന് പറഞ്ഞുതരാം. കാരണം ഇപ്പൊ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ സർക്കാരിന്റെ സമയത്താണെങ്കിലും ഒരുപാട് DYFI SFI പിള്ളേര് മയക്കുമരുന്ന് കേസിലും അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതും ആ സമയത്ത് ചർച്ചയായിരുന്നു ഓർമ്മ ആൾക്കാർക്ക്. അപ്പോ ഇതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിഷയം പർട്ടിക്കുലർ എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ഈ മുഹമ്മദ് ഹുസൈൻ എന്ന് പറഞ്ഞ വ്യക്തി, അതായത് ഇപ്പോ MDMA ആയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത വ്യക്തി, പുള്ളിക്കാരനത് വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതോ അങ്ങനെ എന്താണ് മാധ്യമങ്ങൾ അറിയാൻ സാധിച്ചത്. അപ്പൊ ഈ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ വ്യക്തിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ 99% VD സതീശന്റെ ഒപ്പമുള്ള വീഡിയോസ്, അതായത് വെറുതെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോസ് അല്ല, വീഡിയോസ്. അതായത് പുള്ളിക്കാരൻ ഏതാണ്ട് പുള്ളിക്കാരന്റെ വീട്ടിലാണെന്നുകൊണ്ട് VD സതീശൻ വരാം, അല്ലെങ്കിൽ VD സതീശനെ അടുത്ത് പോയി കാണാം. ഒപ്പം തന്നെ പറയുന്നത് VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഒക്കെ ആയിരുന്നു എന്നും മാധ്യമങ്ങൾ അറിയാൻ സാധിച്ചു, ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയ്ക്കും അടുത്തൊരു വ്യക്തിയാണ് ഈ മുഹമ്മദ് ഹുസൈൻ. അപ്പൊ അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മുടെ പണ്ടൊരു മോഹൻലാലിന്റെ സിനിമയുണ്ട്, സാഗർ എലിയാസ് ജാഗി, സുരേഷ് ഗോപി മോഹൻലാലും കള്ളക്കടത്തുകാരായിട്ട്. അപ്പൊ അതിൽ സുരേഷ് ഗോപിയുടെ അപ്പൻ ഒരു മുഖ്യമന്ത്രിയാണ് ആ സമയത്ത്. അപ്പൊ ആ സിനിമ കണ്ടതിനെ അറിയാൻ പറ്റും, ഈ അധികാരമുള്ളവർക്ക് ഈ പോലീസിന്റെ അടുത്തൊന്നും അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങളുടെ അടുത്തുള്ള ഒരു പ്രിവിലേജ്, ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ഒപ്പം പോകുമ്പോഴായാലും അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റുകളിലായാലും ഒരു പ്രിവിലേജ് കിട്ടും ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത ടീംസുകൾക്ക്. പറഞ്ഞ മനസ്സിലായി, അതേ ഒരു സിനാരിയോ നിങ്ങൾ ഇവിടെ വെച്ച് നോക്കിയാൽ, അതായത് ഈ മുഹമ്മദ് ഹുസൈൻ VD സതീശനായിട്ട് ഇത്ര അടുപ്പുണ്ടെന്ന് മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ആളുടെ സോഷ്യൽ മീഡിയ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി, ഇത്ര അടുത്തൊരു വ്യക്തി ഒരു ലഹരി കേസിൽ അകത്താവുമ്പോൾ, ആ ലഹരി കേസിൽ അകത്തായത് അപ്പൊ പോലീസുകാർ പിടിച്ചു കഴിഞ്ഞിട്ട് മനസ്സിലായത് ഇവൻ യൂത്ത് കോൺഗ്രസിന്റെ വലിയ ആളാന്നൊക്കെ. അതിന് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ അവർ പിടിക്കില്ല, അല്ലെങ്കിൽ വാർത്ത ആവണതിന് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ അവര് ഒഴിഞ്ഞു മാറും. എനിക്ക് തോന്നുന്ന കാര്യം പറഞ്ഞ മനസ്സിലായ കാര്യം പേടിച്ചിട്ട്. കാരണം ഇപ്പൊ പോലീസുകാർക്കും ഈ പറഞ്ഞ പോലെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഒക്കെ അടുത്ത ആളെന്ന് പറയുമ്പോൾ അവർക്ക് പേടിയായിരിക്കുമല്ലോ. ഇപ്പൊ നിങ്ങൾ കണ്ടായിരിക്കും ഒരുപാട് യൂത്ത് കോൺഗ്രസ് പിള്ളേര് മറ്റു പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ. ഇപ്പൊ DYFI SFI പിള്ളേരാണ് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചില മാധ്യമങ്ങളൊക്കെ ചർച്ച. അത് കോൺഗ്രസ്സുകാരായതുകൊണ്ട് അങ്ങനെ ചർച്ചയൊന്നുമില്ല. അപ്പോ അതാണ് കാര്യം. അതായത് ഈ ഒരു അടുപ്പം, ഈ VD സതീശനായിട്ട് ഈ വ്യക്തിക്കുള്ള അടുപ്പം എന്ന് മാധ്യമങ്ങൾ പറയുന്ന ആ ഒരു അടുപ്പാണ് ഇതിലെ ഇഷ്യൂ. അപ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ പൊതുവെ കേരളത്തിൽ ഒരു ടോക്ക് ഉണ്ട്, അതായത് SFI DYFI അല്ലെങ്കിൽ CPMന്റെ ആൾക്കാരാണ് കൂടുതൽ ആക്രമണം അല്ലെങ്കിൽ ലഹരി കേസിലൊക്കെ പ്രതികൾ അല്ലെങ്കിൽ സ്വർണ്ണ കേസുകളിലൊക്കെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ പണ്ടൊരു പരിധി വരെ ശരിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിക്ക് പറയാം. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നണില്ല. കാരണം ഇപ്പൊ ഇത്രയ്ക്കും ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റാണ് കേരളം. പോലീസൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് കേരളത്തില് ഈ പറഞ്ഞ പോലെ സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് കടത്തൊക്കെ ചെയ്യണമെങ്കിൽ ഐതർ നമുക്ക് നല്ല ഫിനാൻഷ്യൽ സപ്പോർട്ടുള്ള ഒരു സ്പോൺസേഴ്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ മെയിൻലി ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് കടത്തും സ്വർണ്ണക്കടത്തൊക്കെ നല്ല രീതിക്ക് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റെ, അതായത് പൊളിറ്റിക്കൽ സപ്പോർട്ടാണ് വേണ്ടത്. അത് കിടത്താനല്ല, അതിന് പകരം നമുക്ക് ഊരിപ്പോരാനൊക്കെ ഈ വക പൊളിറ്റിക്കൽ സപ്പോർട്ട് വളരെ രീതിക്ക് ഉപകരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഭൂരിഭാഗത്തിൽ ഇറങ്ങാന്നല്ല എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായി. അപ്പൊ അതാണ് ഇവിടെ പ്രശ്നം. അതായത് ഇപ്പോ CPMന് ഭരണമില്ല, ഇന്ത്യയിലും CPM എവിടെയും ഇല്ല. അപ്പൊ CPMന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ എന്ന് പറയാൻ വലിയൊരു പവർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ജനങ്ങൾ, അതായത് ഇപ്പോ കേരളത്തില് ഇവർക്ക് 35 MLA മാരുള്ള ആ ഒരു ചെറിയ പവർ മാത്രമേ ഇവർക്കുള്ളൂ.
പിന്നെ നമ്മുടെ കടുത്ത കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള ആൾക്കാരും അങ്ങനെയുള്ള ഒരു ആൾക്കാരെ പവർ മാത്രം, അതിനപ്പുറത്ത് അധികാര പവർ ഇവർക്കില്ല എവിടെയും ഇന്ത്യയിൽ. ഇപ്പൊ BJP എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ 3 MLA ഉള്ളതെന്നുണ്ടെങ്കിൽ പക്ഷെ ഇന്ത്യ ഭരിക്കുന്നത് BJP. കോൺഗ്രസ് എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ അധികാരമുണ്ട്, അയൽ സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ട്. ഇപ്പോ ഈ പ്രതിപക്ഷ നേതാവൊക്കെ രാഹുൽ ഗാന്ധി കോൺഗ്രസ്സുകാരൻ. അപ്പോൾ കോൺഗ്രസിന് പിന്നെയും ഒരു പവർ ഉണ്ട്. അപ്പോൾ ആ പവർ ഈ യൂത്ത് കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും ദുരുപയോഗം ചെയ്യും. എപ്പോ ജനങ്ങൾ ഇത് ശരിക്കും ചോദ്യം ചെയ്തില്ലെങ്കിൽ, അതായത് ജനങ്ങളുള്ള പൊതുബോധമായിട്ടുള്ള SFIക്കാരും DYFIക്കാരാണ് കൂടുതൽ ഈ മയക്കുമരുന്നും ഇതിന്റെയൊക്കെ ആൾക്കാരെന്നുള്ള ചിന്ത നിൽക്കുമ്പോൾ ഇവരിലേക്കുള്ള ശ്രദ്ധ പോവും. അപ്പൊ ഇവര് നൈസായിട്ട് ഇടയോടെ ചെയ്യുമെന്നല്ല, ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായ. അപ്പൊ അത് ജനം ശ്രദ്ധിച്ചില്ലെങ്കിൽ എത്രക്ക് തൂഫാന്റെ പേരിൽ രമേശ് ചെന്നിത്തലയുടെ പോലീസ് പിടിച്ചാലും മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങൾ കേരളം വിട്ടു പോവില്ല. അതായത് ഒരു വിഭാഗത്തെ ഫോക്കസ് ചെയ്തിട്ട് പിടിക്കുമ്പോൾ വേറെ വിഭാഗം ഇപ്പൊ അധികാരം കിട്ടി കഴിയുമ്പോൾ അതിന്റെ മറവിൽ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലും. അപ്പൊ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ ശരിക്കും അക്കൗണ്ടബിൾ ആയിട്ട് വെച്ചില്ലെങ്കിൽ, അത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആണെങ്കിലും നമ്മൾ ശരിക്കും അക്കൗണ്ടബിൾ ആയിട്ട് വെച്ചില്ലെങ്കിൽ അത് നമ്മുടെ എന്താ പറയുക പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് ഒരു പ്രശ്നം തോന്നിക്കില്ല. പക്ഷെ ലോങ് ടൈമിൽ നമ്മുടെ നാടിനെ വലിയ രീതിക്ക് അത് എഫക്ട് ചെയ്യും. കാരണം എല്ലാവരും CPM-മാരല്ലോ അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവർക്കതൊരു വളമായി. അപ്പൊ യൂത്ത് കോൺഗ്രസ് ചിന്തിക്കുക, മറ്റേ CPM അല്ലെങ്കിൽ SFI അല്ലെങ്കിൽ DYFI ആയ മാത്രമാണ് മാധ്യമങ്ങൾ ഇത്ര വേട്ടയാടുള്ളൂ, നമുക്ക് എന്തോ ആവാന്നുള്ള ചിന്ത അവരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ തന്നെ എഫക്ട് ചെയ്യും. അതായത് പൊതുജന, അതായത് സോക്കോട് നിഷ്പക്ഷർ എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, നാളെ നിങ്ങളുടെ തലയിലോട്ടും വരും. ഇപ്പൊ നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസ് ആയിട്ട് ബന്ധമുള്ള ആരെങ്കിലും നിങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾക്കൊരു എന്ന് പറയാ പോലീസുകാർ അവർക്കെതിരെ നടപടി എടുക്കാൻ പേടിക്കണോണ്ട് നിങ്ങൾക്ക് അവിടെ നീതി കിട്ടാണ്ട് പോവാം. ഞാൻ പറഞ്ഞ മനസ്സിലായ. കാരണം യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ കാര്യമായതുകൊണ്ട് മാധ്യമങ്ങൾ അത്ര ഏറ്റെടുക്കില്ല എന്നുള്ളൊരു പോലീസുകാരുടെ ചിന്തയും, അപ്പൊ പോലീസുകാർക്ക് സപ്പോർട്ട് കിട്ടില്ല. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അവർക്കെതിരെ നടപടി എടുക്കുന്നു പേടിച്ചിട്ട് അവര് ഈ പറഞ്ഞ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാനും ചാൻസ് കുറവുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായ. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു പ്രത്യാഘാതമായിട്ട് വരും. അപ്പൊ ജനങ്ങള് ഒരുപോലെ, അതായത് CPM-നെ എത്രത്തോളം നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആയിട്ട് വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ BJP-നും ഈ കോൺഗ്രസിനും വെച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തന്നെ പണിയായി മാറും. ശ്രദ്ധിച്ചാൽ ദുഃഖിക്കണ്ട.